ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 98-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. കിന്നരമീട്ടി കർത്താവിനെ സ്തുതികൾ ആലപിക്കുവിൻ. ദൈവസ്തുതിയുടെ പ്രാധാന്യം ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ ജീവിതം ദൈവസ്തുതിയുടെ ജീവിതമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ആത്മശക്തി നിറയപ്പെടുകയാണ്. സങ്കീർത്തകനായ ദാവീദിന്റെ വിജയരഹസ്യം താൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമായിരുന്നു. കർത്താവിൻ്റെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിലുണ്ടെന്ന് കൂടെ ദാവീദ് പറയുമായിരുന്നു. ദൈവസ്തുതിയുടെ ശക്തി മനസ്സിലാക്കി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ നിരവധിയായ ഭാരങ്ങൾ, വിവിധങ്ങളായ നിയോഗങ്ങളുമായിട്ടാണ് അനേകർ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ വിഷയങ്ങൾ എന്തുമാവട്ടെ, ദൈവസന്നിധിയിൽ ശരണപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനങ്ങളിൽ ഹൃദയമുറപ്പിക്കുക. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. സാധിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുന്ന സമയം. ആരും ശ്രദ്ധിക്കേണ്ട. കർത്താവിൻ്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് ഹൃദയത്തുറവയോടെ നമ്മൾ വിളിച്ചങ്ങ് പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലതുകരം ഉയർത്തി, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവേ, ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ. ഹൃദയ കഠിനതകളെ മാറ്റണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ജനലക്ഷങ്ങളിൽ നിറയണമേ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവിക ജ്ഞാനം നൽകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളടിച്ച് ആത്മനിറവോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിന് വേലകൾക്കായി നാം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കരമടിച്ചു പാടുന്നു. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. നമ്മളായിരിക്കുന്ന കാലഘട്ടം വളരെ പ്രാധാന്യതയുള്ള കാലഘട്ടമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പാടിക്കേ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. കർത്താവിനോട് സമർപ്പണമുള്ള ഒരു ജനത രൂപപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പാടുന്നു. ലോകത്തിൽ ജനകോടികളിൽ സുവിശേഷത്തിൽ പടരുന്നു. ലോകം അതിനുടെ രക്ഷകനെ ദർശിക്കാൻ അണിചേരുന്നു. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ഉറച്ച ബോധ്യത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
നിന്റെ ആഗമനത്തിനായി വീണ്ടും വരവനായി ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേളുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗ്ഗം നമ്മോട് സംസാരിക്കുകയാണ്. മാനസാന്തരപ്പെടുവാൻ, പാപം വിട്ടുപേക്ഷിക്കുവാൻ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാണ്. അനേക ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ും ഫാത്തിമയും മെജുകുറിയായും ചൊല്ലുന്നു. ലോകം വിവിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ലാസലേറ്റും ഫാത്തിമയും മെജുകുറിയായും ചൊല്ലുന്നു. ലോകം വിവിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാണ്. പരിശുദ്ധാത്മാവേ, ആയിരങ്ങളെ പതിനായിരങ്ങൾ ഉണർത്തണമേ, ഉണർത്തണമേ, ഉണർത്തണമേ. കർത്താവിൻ വരവാഗതമാണ്. സഭ മുഴുവനെയും ഒരുക്കണമേ, ലോക ജനതയെ ഒരുക്കണമേ. വീണ്ടും വരവനായി ഈ കാലഘട്ടത്തെ സജ്ജമാക്കുവാൻ പതിനായിരങ്ങളെ സഭയിൽ നിന്ന് അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കണമേ. കർത്താവിൻ വരവാഗതമായി, കർത്താവിൻ വരവാഗതമായി, കർത്താവിൻ വരവാഗതമായി, കർത്താവിൻ സ്വരമുയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിളിച്ച് പ്രാർത്ഥിക്കേ. സഭയിൽ അനേക ആയിരങ്ങള് പ്രവാചക അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും സാധ്യത തിരിച്ചറിഞ്ഞ് പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള ആയിരങ്ങൾ പ്രാർത്ഥന വീരന്മാര്, പ്രാർത്ഥന പോരാളികൾ സഭയിൽ രൂപപ്പെടട്ടെ. കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ലോക ജനതയുടെ മേൽ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുസഭയുടെ മേൽ ശക്തിയോടെ പരിവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, സഭയെ ഒരുക്കണമേ. സഭയുടെ മണവാളനായ കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി സഭയെ സജ്ജമാക്കണമേ. സഭയെ നവീകരിക്കണമേ. സഭയെ പടുത്തുയർത്തണമേ. തിരുസഭയിൽ നിന്ന് കർത്താവിന്റെ തിരുമനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ സമർപ്പണമുള്ള പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനേകം പ്രാർത്ഥനാ വീരന്മാരെ ഈ നാളുകളിൽ സഭയിൽ നിന്ന് അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തീഷ്ണതയുള്ള അനേകം പ്രാർത്ഥന പോരാളികളെ പരിശുദ്ധാത്മാവേ സഭയ്ക്കു നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ. കുടുംബ പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മ ഇടപെടണമേ. കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ. തലമുറകളെ ആശീർവദിക്കണമേ. സമർപ്പിത സമൂഹങ്ങളെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപ പൈശാചിക ശക്തികള്, തിന്മയുടെ പോരുകള്, അന്ധകാര വ്യാപാരങ്ങള് പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ദൈവരാജ്യത്തിന് വേലകൾ ചെയ്ത് കർത്താവിന്റെ സഭയെ പടുത്തുയർത്തുവാനും ഞങ്ങളെ സജ്ജമാക്കണമേ. അനേകം പ്രാർത്ഥന വീരന്മാരെ പരിശുദ്ധാത്മാവെ സഭയ്ക്കു നൽകണമേ. സഭയ്ക്കു നൽകണമേ. സഭയ്ക്കു നൽകണമേ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, ഞങ്ങളെല്ലാവരും കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ, ദൈവിക ജ്ഞാനത്താൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് നമ്മുടെ ജോലി തിരക്കുകളൊക്കെ അല്പസമയം മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്
പ്രാർത്ഥനയിൽ ഹൃദയമുയർത്തുക. പ്രാർത്ഥനയിൽ ഹൃദയമുയർത്തുക. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള കാലഘട്ടത്തിലാണ്. നമ്മൾ യുഗാന്ത്യ സഭയിലാണ് എത്തി നിൽക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ഈ നാളുകൾ വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. ഇത് മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്. കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം വളരെ അടുത്തിരിക്കുകയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവജനം മുഴുവൻ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും വ്യാപരിക്കേണ്ട നാളുകളാണിത്. അപ്പോസ്തലനായ പത്രോസ് സഭയെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കും. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? സകലത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നു. കാലമാസന്നമായി. നമ്മൾ അന്ത്യനാളുകളിലാണ് ജീവിക്കുന്നത്. ആകയാൽ ദൈവജനത്തോട് അപ്പോസ്തലനായ പത്രോസ് പറയാ, നിങ്ങൾ സമചിത്തരായിരിക്കണം, ആത്മനിയന്ത്രണമുള്ളവരാകണം. കാലുവെന്ത നായയെ പോലെ ഈ ലോകത്തിന് വെറിക്കൂത്തിൻ്റെ പുറകെ പരക്കം പാഞ്ഞ് നിങ്ങൾ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത്. രണ്ടാമത് പത്രോസ്ലീഹായിലൂടെ സഭാമക്കളുടെ പരിശുദ്ധാത്മ പറയാണ്, പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. വാച്ച് ആൻഡ് പ്രേ. യുഗാന്ത്യ സഭയിലെ ദൈവജനത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തമായൊരു ദൂതാണ് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞു, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ വിശ്വാസത്യാഗമുണ്ടാകും. ശമത്തായുടെ സുവിശേഷം 24:10 നമ്മൾ കാണുന്നുണ്ട്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. വീണ്ടും കർത്താവ് പറഞ്ഞു, പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇന്നെന്തുമാത്രം കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ഡിവോഴ്സുകളാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മതപീഡനങ്ങൾ ഉണ്ടാകും. ഇന്ന് നമുക്കറിയാം, ആദിമ സഭയിൽ സംഭവിച്ചതിനേക്കാളും വലിയ പീഡനങ്ങളാണ് ആധുനിക സഭയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എത്രയോ വ്യക്തികളാണ് കർത്താവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളാകുന്നത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ ഓരോ പ്രവചന വാക്കും ആശ്ചര്യമായി നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ പ്രാർത്ഥനയിൽ ഉയർത്തേണ്ട സമയമായി. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വചനത്തിൽ വീണ്ടും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. കർത്താവ് സഭയോട് പറയുകയാണ്, ഇത് സഭയ്ക്കുള്ള കർത്താവിൻ്റെ ദൂതാണ്. ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന പല വിധത്തിലുള്ള വിപത്തുകളുണ്ട്. ഈ വിപത്തുകളിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പ് പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. വാച്ച് ആൻഡ് പ്രേ. നിങ്ങൾ സദാസമയം ലൗകികരായി ജഡീകരായി ജീവിക്കാനല്ല ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നത്. ദൈവത്തിൻ്റെ ജനം സദാസമയം പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. എന്തിനു വേണ്ടി? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ലോകത്തിൽ എങ്ങനെ സ്വർഗം തീർക്കാം, ഭൗതികമായ നന്മകൾ കർത്താവ് തരും, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നമ്മുടെ ഫോക്കസ് ഭൗതികത മാത്രമാകരുത്. നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്.
കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കേണ്ടത്? മനുഷ്യപുത്രന്റെ മുൻപിൽ, കർത്താവായ യേശുവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ. കർത്താവ് വീണ്ടും വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ അഭിമാനത്തോടെ ആനന്ദത്തോടെ നമുക്ക് നിൽക്കുവാൻ കഴിയണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം തികച്ചും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും ജീവിതമായിരിക്കണം. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം തിരുവചനം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണല്ലോ ഇത്. എത്ര അർത്ഥവത്തായ വചനങ്ങളാണ്. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? നമ്മളിങ്ങനെ പോയാൽ മതിയോ? ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം മനസ്സ് വെച്ച്, നമുക്ക് ലഭിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച്, അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ച്, അതിനുവേണ്ടി മാത്രം ഉപവസിച്ച് നമ്മളിങ്ങനെ പോയാൽ മതിയോ? നമുക്കൊരു നിത്യതയില്ലേ? നമുക്ക് വലിയ ഉത്തരവാദിത്വമില്ലേ? ഈ ലോകത്തിലേക്ക് കർത്താവ് നമ്മളെ അയക്കുമ്പോൾ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൗത്യം എന്താ? നമ്മളായിരിക്കുന്ന കാലഘട്ടത്തെ കർത്താവിനായി നേടുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പൗലോസ്ലീഹ പറയാണ്, നിദ്ര വിട്ടുണരേണ്ട സമയമായി. സഭാമക്കളുടെ നിസ്സംഗതകൾ മാറണം. പ്രാർത്ഥിക്കുവാൻ നിഷ്ക്രിയത്വം, പരിത്യാഗം ചെയ്യുവാനുള്ള നമ്മുടെ അലസത, മടി, ഇതെല്ലാം വിട്ടുമാറി നമ്മൾ ആത്മാവിൽ ഉണരേണ്ട സമയമാണ്. കാരണം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം അത് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടുന്നില്ലേ, കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഈ കാലഘട്ടത്തിനോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള മെസ്സേജാണിത്. കുടുംബസ്ഥരോട്, സമർപ്പിതരോട്, ബഹുമാനപ്പെട്ട വൈദികരോടെല്ലാം പരിശുദ്ധാത്മാവിന് പറയാനുള്ള സന്ദേശമാണിത്. ഇത് ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. ഇത് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും സമയമാണ്. പൗലോസ്ലീഹ ഇത് തന്നെയാണ് സഭയെ പഠിപ്പിക്കുന്നത്. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതെല്ലാം നമ്മൾ ചെയ്യുവാൻ. ഇന്ന് പലരും വേദനയോടുകൂടി ചോദിക്കാറുണ്ട്, ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവമേ, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എന്താകും? സഭയെക്കുറിച്ചുള്ള ആകുലത ഇന്ന് അനേകരുടെ മനസ്സിലിങ്ങ് അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ സഭയ്ക്ക് എന്ത് സംഭവിക്കും? സഭ തളരുമോ? സഭയ്ക്ക് വലിയ ക്ഷീണമുണ്ടാകുമോ? അനേകർ സഭ വിട്ടു പോകുമോ എന്നുള്ള ചിന്തകളാൽ ഇന്ന് ഒരുപാട് വ്യക്തികൾ ഭാരപ്പെടുന്നുണ്ട്. മറ്റു ചിലര് ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അനേകരെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. താൻ ഈ ലൗകികത മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അനേക ആയിരങ്ങൾ ഇന്ന് ജീവിക്കുന്നു. എങ്ങോട്ടാണ് ഈ തലമുറ പോകുന്നത്? ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ ഇന്ന് വഷളായിക്കൊണ്ടിരിക്കുന്നു. 100 സംശയങ്ങളും ഒരുപാട് ആകുലതകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും അവിചാരിതമല്ല. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വചനത്തിൽ അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ്, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ഏതാണ് ഈ സർപ്പം? ഇത് വെറും സർപ്പമല്ല. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 9-ാം വചനത്തിൽ ഈ സർപ്പം ആരാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. അപ്പൊ ഈ സർപ്പത്തിന്റെ പേരെന്താ? പിശാച്, സാത്താൻ. ആരാണ് ഈ സ്ത്രീ? ഇത് വെളിപാടിലെ കന്യകയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മൾ കാണുന്നു, സൂര്യനുടയാടിയാക്കിയ സ്ത്രീ, ചന്ദ്രനെ പാദപീഠമാക്കിയവള്, അത് പരിശുദ്ധ മറിയമാണ്. ഈ സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും ഇന്ന് പിശാചെ അറ്റാക്ക് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരെയാണ്. ദൈവകൽപ്പനകളെ തകിടം മറിക്കുന്ന പാപകരമായ നിയമങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അവിചാരിതമല്ല പ്രിയപ്പെട്ടവരെ. എത്രയോ പാപകരമായ നിയമങ്ങൾ നമുക്കറിയാം. ദയാവധം, അബോർഷൻ,
സ്വവർഗ വിവാഹങ്ങൾ എന്ന് വേണ്ട അനേകം പാപകരമായ നിയമങ്ങൾ, കർത്താവിൻ്റെ വചനത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള അനേകം നിയമങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ തകിടം മറിക്കുക, സഭയുടെ വിശ്വാസ സത്യങ്ങളെ ഇല്ലായ്മ ചെയ്യുക, ഇതാണ് പിശാചിൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. തുടർന്ന് വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരിൽ അവരുടെ സന്താനങ്ങൾ അഭിഷേക്ഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൽ സ്വർഗം പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു പ്രധാന വ്യക്തിയായിരുന്നു ലൂസി. ലൂസി പിന്നീട് സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സിസ്റ്റർ ലൂസിയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, മകളെ, നിങ്ങൾ ഒരു അന്തിമ യുദ്ധത്തിലാണ്, ഒരു നിർണായക യുദ്ധത്തിലാണ്. വെളിപാടിലെ പുരാതന സർപ്പവും വെളിപാടിലെ കന്യകയും തമ്മിലുള്ള യുദ്ധം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഘോര യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് സഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള പരിഹാരം എന്താ? കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനം മുഴുവൻ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആത്മാവിനാൽ നിറയപ്പെടണം. എത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവജനം മുട്ടുമടക്കാൻ തയ്യാറായാൽ സഭയിലുള്ള സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഒരു സംശയം നമുക്ക് വേണ്ട. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരിക. അവിടെ എന്താ കാണാൻ കഴിയുന്നത്? സഭ വലിയൊരു പ്രതിസന്ധിയിലായി. ദൈവജനത്തെ, സഭാമക്കളെ കൊന്നെടുക്കുവാനുള്ള നിയമം രാജ്യത്ത് പാസ്സാവുകയാണ്. ദൈവജനം വലിയ അപകടത്തിലായി. ജനം ഹൃദയം നൊന്ത് മരണം മുന്നിൽ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അവർ വാവിട്ട് കരയാൻ തുടങ്ങി. ഈ സമയത്ത് എന്താ ഉണ്ടായത്? രാജ്ഞിയായ എസ്തേർ, ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഈ രാജ്ഞി സ്ഥാനത്തേക്ക് അവൾ വന്നത്. 14-ാം അധ്യായം 1-2 വചനങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിന് രാജ്ഞിയായി എല്ലാ സുഖ സൗകര്യങ്ങളുടെ മധ്യേ എസ്തേർ കഴിയുമ്പോൾ സഭയെക്കുറിച്ചുള്ള അവളുടെ കൺസേൺ, സഭയെക്കുറിച്ചുള്ള അവളുടെ ഹൃദയഭാരം അവളെ വല്ലാതെ അലട്ടുകയാണ്. അവിടെ എന്താണ് വചനം വെളിപ്പെടുത്തുന്നത്? എസ്തേർ മരണതുല്യമായ ഉത്കണ്ഠയാൽ അധീനയായി കർത്താവിങ്കിലേക്കോടി. ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. മരണതുല്യമായ സഭയെ പ്രതി, ദൈവജനത്തെ പ്രതി മരണതുല്യമായ ഉത്കണ്ഠയാൽ അധീനയായി അവൾ കർത്താവിങ്കിലേക്കോടി. ഈ നാളുകളിൽ ഞാനും നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം ചേർന്ന് കുറ്റം പറയുകയോ പിറുപിറുക്കുകയോ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് സഭയെ കൂടെ തളർത്തുകയല്ല ചെയ്യേണ്ടത്. സഭയെ പ്രതിയുള്ള ആത്മഭാരത്തോടെ സഭയുടെ നാഥനും കർത്താവുമായ യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ നമ്മൾ തയ്യാറാകണം. പരിത്യാഗമെടുക്കാൻ തയ്യാറാകണം. അവൾ കർത്താവിങ്കിലേക്ക് ഓടുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട വഴി. 2-ാം വചനം എന്താ പറയുന്നത്? ആ രാജകീയമായ വസ്ത്രങ്ങളെല്ലാം എസ്തേർ ഉപേക്ഷിക്കുകയാണ്. അവൾ തലയിൽ ചാരം പൂശി, അവൾ ചാണകം കൊണ്ട് പൊതിഞ്ഞു. തൻ്റെ തല ചാണകം കൊണ്ട് പൊതിഞ്ഞു. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പരിത്യാഗമെടുക്കുകയാണ്. സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച്, തൻ്റെ സന്തോഷങ്ങൾ ഉപേക്ഷിച്ച്, പരിത്യാഗത്തോടെ സഹനങ്ങൾ ഏറ്റെടുത്ത് സഭയ്ക്കു വേണ്ടി, ദൈവജനത്തിന് വേണ്ടി എസ്തേർ കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വചനങ്ങൾ. യഹൂദരുടെ ശത്രുക്കൾ അവരെ കൊന്നൊടുക്കാമെന്ന് ആഗ്രഹിച്ച ആ ദിവസം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ദൈവജനത്തിന് അത്ഭുതകരമായി കർത്താവ് വിജയം കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് സഭയ്ക്ക് അത്ഭുതകരമായ വിജയം കിട്ടിയത്? പഴയ നിയമസഭ നേരിട്ട പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അവർക്ക് ഉത്തരം കിട്ടുകയാണ്. അതിൻ്റെ കാരണം എസ്തേറും മൊർദെഖായും ദൈവജനം മുഴുവൻ 3 ദിവസക്കാലം പരിത്യാഗമെടുത്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന നാളുകളിൽ ഇന്ന് സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. സഭ ഒരുപാട് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. സഭ ഇന്ന് ഒരുപാട് മുറിവേൽക്കുന്നു. സഭ ഇന്ന് ഒരുപാട് പരിഹസിക്കപ്പെടുന്നു. സഭയ്ക്ക് വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? എസ്തേറിനെ പോലെ നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സുഖങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് നമ്മൾ ഒരു പറ്റം വ്യക്തികൾ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ തലങ്ങും വിലങ്ങും ദേശത്തിൻ്റെ പല ദിക്കുകളിലിരുന്ന് നമ്മളങ്ങ് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് സഭയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര അത്ഭുതകരമാണ് ഈ വചനം. ഇത് തന്നെയാണ് സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 7-ാം അധ്യായം 8, 9, 10 തിരുവചനങ്ങളിൽ മിസ്പായിൽ സഭ മുഴുവൻ ഒരുമിച്ച് കൂടി ഒരു വലിയ പ്രതിസന്ധിയിലായി. ശത്രുക്കളായി ഫിലിസ്തീനെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവിടെ ആരവം കേട്ടുകഴിഞ്ഞപ്പോൾ ദൈവജനം പറഞ്ഞു, സാമുവേലേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി സാമുവേലെ കർത്താവിനോടങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അവരൊരുമിച്ച് ഹൃദയം നുറുങ്ങി അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ, തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് എളിമപ്പെടുത്തി അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നേതൃത്വവും ദൈവജനവും ഒരുമിച്ച് അങ്ങ് അണിനിരക്കുകയാണ്. പ്രവാചകനും ന്യായാധിപനുമായ സാമുവേലിൻ്റെ അഭിഷേക തണലിൽ ജനം മുഴുവൻ ഒരുമിച്ച് കൂടി അവർ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് എന്താ ചെയ്തത്? തൻ്റെ ജനത്തിന് വേണ്ടി ഭയങ്കരമായൊരു ഇടിനാദം മുഴക്കി ഫിലിസ്തരെ ഭയപ്പെടുത്തി. ഈ ഇടിനാദം കേട്ടപ്പോൾ ഫിലിസ്തരെ പേടിച്ച് ഇസ്രായേൽ ജനത്തെ വിട്ട് ഓടിപ്പോവുകയാണ്. അത്ഭുതകരമായി ശത്രുകരങ്ങളിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ സഭയ്ക്ക് വേണ്ടി ഇപ്രകാരം കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സഭയ്ക്ക് വേണ്ടി ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ, സഭയെ സംരക്ഷിക്കാൻ, അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള എല്ലാ ആക്രമണങ്ങളിൽ നിന്നും, എല്ലാ അറ്റാക്കുകളിൽ നിന്നും സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കർത്താവിന് കഴിയും. എപ്പോൾ നമ്മൾ ഒരുമിച്ച് പരിത്യാഗമെടുത്ത് ഹൃദയമുയർത്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. ഈ സത്യം മനസ്സിലാക്കി പ്രാർത്ഥനയിൽ ഹൃദയമുയർത്തുക. നമ്മളിങ്ങനെ ചുമ്മാ കുറേ സംസാരിച്ച് സമയം കളയാതെ, കുറേ മീറ്റിംഗ് നടത്തി സമയം കളയാതെ, അതും ഇതും പറഞ്ഞ സമയം കളയാതെ ഉള്ള സമയം പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഉള്ള സമയം മുട്ടുമടക്കാൻ തയ്യാറാകുക. വാച്ച് ആൻഡ് പ്രേ. നിങ്ങൾ സദാസമയം പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക എന്നുള്ള കർത്താവിൻ്റെ തിരുവെഴുത്ത് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പ്രവചന ദൂത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുട്ടുമടക്കാൻ തീരുമാനമെടുക്കാം. പരിത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനമെടുക്കാം. ഈ ഒരു അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് കുടുംബങ്ങളെ വിളിക്കുകയാണ്. സമർപ്പിത സമൂഹങ്ങളെ വിളിക്കുകയാണ്. ബഹുമാനപ്പെട്ട വന്യവൈദികരെ വിളിക്കുകയാണ്. യുവജനങ്ങളെ വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തോട് യെസ് പറഞ്ഞ് നമുക്ക് ആത്മാവിനെ കീഴ്പ്പെടാം. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അരൂപിയെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നിത്യജീവൻ്റെ പ്രത്യാശയിൽ വളരുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ